ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമായിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് പഴംപോളി എന്ന് കൂടെ പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് വേണ്ടത്. ഇത് 1 കിലോ അളവിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, പക്ഷേ ഞാൻ 2 എണ്ണം മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിലാണ് നമ്മൾ പഴംപോളി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ ഇതിൽ വേറെ നമ്മൾ ചേർക്കുന്ന മാവിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. ഒരു പഴം ഒരു 4 എണ്ണം ആക്കി നമുക്ക് സ്ലൈസ് ആക്കി എടുക്കാം. പിന്നെ ഇതുപോലെ വലിയ പഴമാണെങ്കിൽ ഇതിനെ ഒന്നുകൂടെ 2 ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ അധികം വെളിച്ചെണ്ണ ആവശ്യം വരില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ അങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ളത് കുറച്ച് ഞാൻ അതുപോലെ പകുതി സ്ലൈസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ പഴംപോളി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 3/4 ടീസ്പൂൺ എള്ള് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ലൂസാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കെട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഓരോ മൈദയ്ക്കനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ചേർത്തെന്ന് കരുതി നിങ്ങൾക്ക് 2 കപ്പ് വേണമെന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് പഴം ഒന്ന് ഇട്ട് നോക്കാം. ബാറ്റർ നന്നായിട്ട് പഴത്തിലൊന്ന് പിടിക്കണം. എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. ഇതിപ്പോൾ കറക്റ്റാണ്, പഴത്തിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് പഴം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പഴം ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് വേണം, അപ്പോഴാണ് നമ്മൾ ഒരുപോലെ തന്നെ മാവ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പഴം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. പഴം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതുപോലെ നന്നായിട്ട് പതയൊക്കെ ഒന്ന് മാറി പഴം ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പഴംപോളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പീസായിട്ടും ഞാൻ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് പൊരിച്ചാൽ. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ട് തിളച്ചിട്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് വേണം നമ്മളിത് എടുത്ത് മാറ്റാനായിട്ട്. ഞാനിതുപോലെ എണ്ണ പലഹാരങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും പറയാറുണ്ടത്. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ കുടിച്ചിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്